വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ തുടരുകയാണ്. പ്രതിപക്ഷത്തിന്റേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വഖഫ് ബിൽ മുസ്ലിം വിരുദ്ധമല്ല. ബില്ലിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായും അമിത്ഷാ കുറ്റപ്പെടുത്തി. हमने साहब मैं अभी भी आपके माध्यम से इस सदन के माध्यम से देश भर के मुसलमान भाइयों बहनों को कहना चाहता हूं, आपके वक़्फ में एक भी नॉन मुस्लिम नहीं आएगा. ये एक्ट में ऐसा कोई प्रावधान नहीं. मगर जो वक़्फ बोर्ड है और वक़्फ परिषद है, उसका काम क्या है? वक़्फ की संपत्तियां मान्यवर बेच खाने वाले लोगों को पकड़कर इसके बाहर निकालने का. വഖഫ് ബോർഡ് മതത്തിന്റെ ഭാഗമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. ബില്ലിലൂടെ മുസ്ലിം വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമമെന്ന് CPIM അംഗം K രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. വഖഫ് ബില്ലിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിലാകുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. The registration piece of legislation given priority by this government, you can see that to have only one agenda, to divide our own Bharat Mata on the name of religion. To divide Bharat Mata on the name of religion. This is the only one agenda. മുസ്ലിം ജനവിഭാഗം നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ കൊണ്ട് ചിന്തിപ്പിക്കണം. അങ്ങനെ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പറയാതെ മുസ്ലിം ജനവിഭാഗങ്ങളിലെ പാവപ്പെട്ടവരുടെയും അതുപോലെ കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത്. But unnecessarily my name was taken to rake up a certain situation which is worming in the state of Kerala. Right. I will tell you, these people in the Assembly of Kerala have passed a resolution. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The people of Kerala. Okay. Sir, Thank you. I cannot yield. I will not yield. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് 2025 വലിയ തമാശയെന്ന് ET മുഹമ്മദ് ബഷീർ MP പരിഹസിച്ചു. Honorable Home Minister has committed a speech, lengthy speech, claiming as he is the savior of the minorities. I would like to say that is the biggest tamasha of 2025. There has no iota of truth in it. It is his government. We tortured the minorities in India, physically, mentally, socially and economically. മുനമ്പം ജനതയെ സഹായിക്കുന്ന വ്യവസ്ഥകൾ ബില്ലിലുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് KCBCയും CBCയും പറഞ്ഞതെന്ന് ഫ്രാൻസിസ് ജോർജ്. ബില്ല് മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഫ്രാൻസിസ് ജോർജ് കുറ്റപ്പെടുത്തി. The KCBC, the Kerala Catholic Bishops Conference, and the CBCI, the Catholic Bishops Conference of India, is supporting this bill. Sir, what exactly they said, sir? They said if there are any provisions in this bill to help the hapless people of Munambam, then it has to be supported. That's all, sir. So the minister mentioned about the grievances of Munambam, sir. The occupants of Munambam requires a permanent solution, which necessarily shall not be interdicted by any court, by any reason, including the reason of unconstitutionality of the amended provision. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വളരെ ചൂടേറിയ ചർച്ച തന്നെ നടക്കുന്നു. ഭരണപക്ഷാംഗങ്ങളും പ്രതിപക്ഷാംഗങ്ങളും ഒക്കെ സ്വീകരിച്ച സമീപനം, അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി എത്ര അംഗങ്ങൾ സംസാരിക്കാനുണ്ട്? ഈ ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് എപ്പോൾ കടക്കും? അച്യുതൻ. റിജിത്ത്, വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട നിശ്ചയിച്ചിരുന്നത് 8 മണിക്കൂർ ചർച്ചയായിരുന്നെങ്കിൽ ആ 8 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ വാദപ്രതിവാദങ്ങൾ അത് സഭയ്ക്കുള്ളിൽ ഭരണ പ്രതിപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഭരണപക്ഷം ഈ ബില്ലിനെ മുസ്ലിം ക്ഷേമത്തിനായാണ് ഉയർത്തിക്കാട്ടിയത്. ഈ ബില്ല് അവതരിപ്പിച്ച കിരൺ റിജിജു ആയിരുന്നാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരുന്നാലും പറഞ്ഞത് ഇത് മുസ്ലിങ്ങളുടെ, പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ക്ഷേമത്തിനായാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. അതായത് ഈ മുസ്ലിങ്ങളുടെ പണം കട്ടവരെ പിടികൂടാൻ കൂടിയാണ് ഈ ഒരു ബില്ല് എന്നതാണ്. അത് ന്യൂനപക്ഷ ക്ഷേമത്തിനായി അങ്ങനെ തന്നെ കാണാം. പക്ഷേ ഈ ബില്ലുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ CA കാലത്ത് ആ CA കൊണ്ടുവന്നാൽ അത് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ
കവർന്നെടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം പൗരന്റെ പൗരത്വം നഷ്ടമായോ എന്ന ചോദ്യം അമിത്ഷാ ഉന്നയിക്കുകയുണ്ടായി. ഈ അനിയന്ത്രിതമായ അധികാരം അത് UPA കാലത്താണ് ഈ വഖഫ് ബോർഡിന് നൽകിയതെന്ന വിമർശനമായിരുന്നു കിരൺ റിജിജു മുന്നോട്ട് വെച്ചത്. എന്തായാലും അതിനൊടുവിൽ ശക്തമായ രീതിയിൽ ഈ ബില്ലിനെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഈ ബില്ല് എന്ന നിലപാടെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്തിരിക്കുന്നത്. അതിൽ ശ്രദ്ധേയമായത് കെ രാധാകൃഷ്ണൻ MP അതിനെ പറഞ്ഞത് ഈ മുസ്ലിം ജനവിഭാഗത്തെ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന എന്ന് മഹാഭൂരിപക്ഷം ജനതയെ കൊണ്ട് ചിന്തിപ്പിക്കണം, ആ രീതിയിലേക്കാണ് ഈ ബില്ല് നയിക്കുന്നത് എന്നതായിരുന്നു. എന്നാൽ അതിനിടയിൽ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുകയും അതിനൊടുവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ മറുപടി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അത് നാളെ ഈ ബില്ല് രാജ്യസഭയിൽ പാസാക്കുന്നതോടുകൂടി അറബിക്കടലിൽ മുങ്ങിത്താഴും എന്ന പരിഹാസമായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നിലവിൽ ഇപ്പോഴും ഈ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ചർച്ച പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും ഈ ബില്ല് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അത് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് അല്പസമയത്തിനകം തന്നെ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. AMIMന്റെ ചീഫായിട്ടുള്ള അസദുദ്ദീൻ ഒവൈസി സംസാരിക്കുകയും അദ്ദേഹവും പറഞ്ഞത് ഈ ബില്ല് അത് ഭരണഘടനാ വിരുദ്ധമാണ്, മതപരമായ സ്വാതന്ത്ര്യത്തെ. ശരി, എന്തായാലും ചർച്ച അവസാന ഘട്ടത്തിലാണ്. അല്പസമയത്തിനകം ചർച്ച പൂർത്തിയാകും എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. R. അച്യുതൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.